ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 4 ഇയർ ഗ്രാജുവേഷനെ പറ്റി ഒരു ബ്രീഫ് ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ടാണ്. FIUGP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ സംശയങ്ങളുണ്ട്? നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് FIUGP എന്നുള്ളത്. FIUGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് 4 വർഷ ബിരുദം. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ദാറ്റ് ഈസ് NEP 2020, അതിൻ്റെ ഒരു സജഷൻ പ്രകാരം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമാണ് FYUGP, അതായത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ബിരുദ പ്രോഗ്രാമിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് FIUGP. കേരളത്തിൽ ഇത് 2024-25 അക്കാഡമിക് ഇയറിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, 4 ഇയർ ഗ്രാജുവേഷൻ അത് 3 വർഷം പഠിക്കണോ അതോ 4 വർഷം പഠിക്കണോ എന്നുള്ളത്. നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് 3 വർഷം പഠിച്ച് ബാച്ചിലർ ഡിഗ്രി എടുക്കാം. 3 വർഷം എന്താണെങ്കിലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. 3 വർഷം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ബാച്ചിലേഴ്സ് ഡിഗ്രി ലഭിക്കുകയുള്ളൂ. 4ാമത്തെ വർഷത്തിലേക്ക് പോകുക എന്നുള്ളത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 4ാമത്തെ വർഷത്തിലേക്ക് പോയാൽ മതി. നിങ്ങളുടെ ചോയ്സാണ്. 4ാം വർഷത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ബാച്ചിലർ ഡിഗ്രി വിത്ത് ഓണേഴ്സ്, അതായത് 4 വർഷം പൂർത്തിയാക്കി ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് BCom ഓണേഴ്സ്, BBA ഓണേഴ്സ്, BSc ഓണേഴ്സ്, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിഗ്രിയുടെ പേര്. ഇനി അതല്ല, നിങ്ങൾക്ക് റിസർച്ചിൽ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ PhD ചെയ്യണം, അങ്ങനെയൊക്കെ താല്പര്യമുള്ളൊരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രിയാണ്. ഇനി നമുക്ക് ട്രഡീഷണൽ ഡിഗ്രിയും അതുപോലെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് 4 വർഷ ബിരുദവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി തരാം. ട്രഡീഷണൽ ഡിഗ്രിയിൽ നമ്മൾ കോർ സബ്ജക്റ്റുകൾ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് നമ്മൾ BCom ആണ് പഠിക്കുന്നതെങ്കിൽ അല്ല BSc ആണ് പഠിക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് സബ്ജക്റ്റ് നോളജിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നാൽ 4 ഇയേഴ്സ് ഗ്രാജുവേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മേജർ സബ്ജക്റ്റ്, മൈനർ സബ്ജക്റ്റ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്, വാല്യൂ ആഡഡ് കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ആൻഡ് ഇൻറ്റേൺഷിപ്പ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കോഴ്സ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഈ മേജർ സബ്ജക്റ്റ്. അതായത് നമ്മൾ എടുക്കുന്ന ഡിഗ്രി BCom ആണെങ്കിൽ BCom റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെയാണ് നമ്മൾ മേജർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി BSc കെമിസ്ട്രി ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളെ നമുക്ക് മേജർ സബ്ജക്റ്റ് എന്ന് പറയാം. കൂടാതെ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ മൈനർ സബ്ജക്റ്റ് ഉണ്ട്. മൈനർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ചൂസ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അതല്ല എങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേപ്പറുകൾ നമുക്ക് മൈനറായിട്ട് ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ BCom എടുത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ BCom ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മൈനർ നിങ്ങൾക്ക് എടുക്കാം. അത് സെൽഫ് മൈനറാണ്. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും സെൽഫ് മൈനർ ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇനി നിങ്ങൾക്ക് BComൻ്റെ പേപ്പർ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് മലയാളമാണ് ഈസി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന മൈനറുകൾ നിങ്ങളെടുത്ത് പഠിക്കുക. അതായത് നിങ്ങളുടെ ചോയ്സാണ് എന്ത് പഠിക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ ഡിഗ്രി ഡിസൈൻ ചെയ്യാം.
അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിക്കോട്ടെ, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഒരു വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേജർ സബ്ജക്റ്റ് പഠിക്കുന്നത് കമ്പൽസറിയാണ്, പക്ഷേ ബാക്കി മൈനർ സബ്ജക്റ്റുകളൊക്കെ തന്നെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുത്ത് പഠിക്കാവുന്നതാണ്. നമുക്ക് 5th സെമസ്റ്റർ ആകുമ്പോഴേക്കും നമ്മൾ പഠിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻറ്റേൺഷിപ്പും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിരുദം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തായാലും ജോലി വേണം. ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെയുള്ള 4 ഇയർ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന 4 ഇയർ ഗ്രാജുവേഷൻ്റെ ക്രെഡിറ്റ് സിസ്റ്റം. അതായത് ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സബ്ജക്റ്റ് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് അതിനൊരു പോയിൻ്റ് ലഭിക്കും. ആ പോയിൻ്റിന് പറയുന്ന പേരാണ് ക്രെഡിറ്റ്. അതായത് 3 വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് മേജർ സബ്ജക്റ്റുകളിൽ നിന്ന് വിദ്യാർത്ഥിക്ക് 68 ക്രെഡിറ്റ് ലഭിച്ചിരിക്കണം. അങ്ങനെ ഓരോന്നിൻ്റെയും ക്രെഡിറ്റ് പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, 3 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഒരു വിദ്യാർത്ഥിക്ക് 133 ക്രെഡിറ്റ് ലഭിച്ചിരിക്കണം. അതായത് 133 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ 3 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ബാച്ചിലർ ഡിഗ്രി ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ 4 വർഷവും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുക. ഈ ഓണേഴ്സ് ഡിഗ്രി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് 177 ക്രെഡിറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കുകയുള്ളൂ. ഈ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.